ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ടു എ ന്യൂ ബ്യൂട്ടിഫുൾ വീഡിയോ. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ ഇവിടെ സമയം ഒരു 5:30 കുറച്ച് വെട്ടമൊക്കെ ഉള്ളൊരു ദിവസമാണ്. അപ്പം ഞങ്ങളിത് രാവിലെ തന്നെ ഒരു യാത്ര പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഈ യാത്രയ്ക്കൊരു ഉദ്ദേശമുണ്ട്. അപ്പം ഞങ്ങളിത് ബാർക്കിങ് വന്നു. ബാർക്കിങ്ങിൽ നിന്ന് ഞങ്ങൾ C2Cക്ക് കയറി. ജസ്റ്റ് ഞങ്ങൾക്ക് ചെന്നപ്പോഴേ സീറ്റൊക്കെ കിട്ടി. ഇത് ഞങ്ങൾ ഇങ്ങോട്ട് കുറച്ചായിരുന്നു. ഇത് ഞങ്ങൾ 4 പേരും കൂടിയാണ് പോയത്. പിന്നെ കയറേണ്ടത് ഞങ്ങളുടെ രണ്ടാമത്തെ ട്രെയിനാണ് DLR. അപ്പം ഈ ഒരു ട്രെയിനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ട്രെയിന് ഡ്രൈവറില്ലാതെ ഓടുന്ന ട്രെയിനാണിത്. അപ്പോൾ ഞങ്ങൾ ആ ട്രെയിനും ഇറങ്ങി ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ്റെ എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലായിട്ട് ഈ കാണുന്നതാണ് ലണ്ടനിലെ ഏറ്റവും കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ട്രാഫിക് ട്രെയിൻ. അപ്പം ഇത് കണ്ടപ്പോൾ നിങ്ങൾക്കെല്ലാം സ്ഥലം മനസ്സിലായി കാണാം. അപ്പോൾ നമ്മളിത് വന്നിരിക്കുന്ന ബില്ലിംഗ്ഗേറ്റ് മാർക്കറ്റിലാണ്. അപ്പോൾ ലണ്ടനിലുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തത്. അപ്പോൾ നമ്മൾ വന്നു. അപ്പോൾ ഞങ്ങൾ വന്ന സമയം ഇപ്പോൾ സമയം ഒരു 6 മണി കഴിഞ്ഞു. എല്ലാം തീർന്ന് കാണുമായിരിക്കും. കാരണം ഇവിടെ യൂഷ്വൽ ടൈം എന്ന് പറഞ്ഞാൽ ഒരു 4 മണി തൊട്ട് മാക്സിമം 8 മണി വരെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് എല്ലാം ഓൾമോസ്റ്റ് തീരാറായി. എങ്കിലും എല്ലാ മീനുകളും ഉണ്ട്. ഞാൻ കാണാത്ത പോലും പലതരത്തിലുള്ള മീനുകളെ ഞാനിവിടെ കണ്ടു. ചുമ്മാ കുറേ വീഡിയോ ഒക്കെ എടുത്തെടുത്ത് ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ നിങ്ങളിതേ വീഡിയോ ഒക്കെ ഒന്ന് കാണും. മീനുകളെയൊക്കെ പരിചയപ്പെടുത്തണമെന്നുണ്ട്. അപ്പോൾ എനിക്ക് മീനുകളൊന്നും അറിയത്തില്ല. ആകെ കുറച്ച് മീനുകൾ മാത്രമേ എനിക്കറിയത്തുള്ളൂ. ജസ്റ്റ് എൻ്റെ പേര് എഴുതി വെച്ചേക്കുന്നതനുസരിച്ച് വായിച്ചു നോക്കുന്നതല്ലാതെ മീനുകളൊന്നും എനിക്കറിയില്ല. അപ്പം നല്ല മീനൊക്കെ മേടിക്കണം. അപ്പം UK ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ ഓർത്തു ഇവിടെ മീനൊന്നും കിട്ടത്തില്ലായിരിക്കുമെന്ന്, നമ്മുടെ നാട് പോലെ. പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഇങ്ങനൊരു സ്ഥലത്ത് മീൻ ഒരുപാട് കിട്ടുമെന്ന് അറിഞ്ഞേ. അപ്പോൾ നമ്മുടെ ആ ഒരു വിഷമം തീർന്നു. ഏത് മീൻ വേണേലും മേടിച്ച് വന്ന് കഴിക്കാമല്ലോ എന്നത്. അപ്പം മീനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ കാണുമല്ലോ അല്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ഒരു മീൻ മാർക്കറ്റിനെക്കുറിച്ച് അറിയാത്ത ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ കൂട്ടുകാരുടെയൊക്കെ നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പം നീ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അവരും വന്ന് ഇഷ്ടംപോലെ മീൻ മേടിച്ച് കഴിച്ചോട്ടെ. ജീവനുള്ളതും ജീവനില്ലാത്തതും പല തരത്തിൽ, പല കളറിൽ, പല വലുപ്പത്തിൽ മീനുകൾ ഇവിടെ അവൈലബിൾ ആണ്. അല്ലാതെ നല്ല വൃത്തിയാണ്, എല്ലാം നല്ല കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്തിട്ട് നമുക്കിടയ്ക്ക് ഒരു ചന്തയിൽ പോയ ഫീലിംഗാണ് നമുക്ക് കടപ്പുറത്തൊക്കെ പോയ പോലെ നമുക്ക് തോന്നുന്നത്. ഒത്തിരി സൈസ് മീനുകളിവിടെ കാണാം. പക്ഷേ പേരൊന്നും അറിയത്തില്ല, നിങ്ങളോട് പറയുന്നില്ല, എന്തിനാ വെറുതെ തെറ്റിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങോട്ട് വരുന്നത് ഇപ്പോൾ നമുക്ക് മീനൊന്നും മേടിക്കാനില്ലെങ്കിൽ പോലും നമുക്ക് ഈ സ്ഥലം, ഈ മാർക്കറ്റും ഇതൊക്കെ കാണണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരാൻ കിട്ടും. പിന്നെ കാണാത്ത കുറേ മീനുകളുടെയും പിന്നെ കുറേ ആൾക്കാരെയും ഒക്കെ കാണാം. പിന്നെ മെയിൻലി ഇവിടെ കുറേ മലയാളികളുണ്ട്. പക്ഷേ ആരെയും പരിചയപ്പെടാറുണ്ട്. ഞങ്ങൾ മീൻ മേടിച്ച് മലയാളക്കാരനായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ കൊഞ്ച് മേടിച്ചു. കാരണം പല വലിപ്പത്തിൽ കൊഞ്ചുകൾ കിട്ടുന്നുണ്ടായിരുന്നു. നമ്മൾ മീഡിയം വലിപ്പമുള്ള കൊഞ്ച് മേടിച്ചു. കുറച്ച് പുതിയ കൊഞ്ച് ഐറ്റങ്ങൾ നമുക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി മേടിച്ചിട്ടുണ്ട്. കൊഞ്ച് മാത്രമല്ല, അയല, മത്തി, ചൂര, പിന്നെ ഓലക്കുട, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള മീനുകളെല്ലാം നമ്മൾ മേടിച്ചു. ഇതൊക്കെ മേടിച്ച് നമ്മളിതേ അതുവരെ ഇറങ്ങാൻ തീരുമാനിച്ചു. കാരണം ഇവിടെ ജസ്റ്റ് അടയ്ക്കാറായി വരുന്നു. അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ ഞാൻ മുമ്പ് ഒരു വീഡിയോ എടുത്തപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് അതുകൊണ്ട് അവർ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടോണ്ട് എനിക്കിതേ പോസ് ചെയ്ത് തന്നു. അപ്പോൾ ഞാൻ എന്നിട്ട് ഒരു വീഡിയോ. അപ്പോൾ ടാറ്റ, ബൈ ബൈ.